തലവേദന നമുക്ക് എപ്പോഴും ഉണ്ടാകുന്നതാണല്ലേ, പല പല രീതിയിലുള്ള തലവേദനകൾ. ഇത് ഏറ്റവും കോമൺ ആയിട്ടുള്ള തലവേദന എന്നുള്ളത് നമുക്കിങ്ങനെ വളരെ പൾസേറ്റിംഗ് ആയിട്ടുള്ള തലവേദന വരും. തലയിലൊരു ബാൻഡ് ഇങ്ങനെ കംപ്ലീറ്റ് കെട്ടിയതുപോലെ, അതുപോലെ നമ്മുടെ ഷോൾഡറിലും അതേപോലെ നെക്കിൻ്റെ ബാക്കിലൊക്കെ ഇങ്ങനെ വലിഞ്ഞു മുറുകിയുള്ള വേദന. ഇത് വാതികമായിട്ടുള്ള തലവേദനയാണ്. വാദം എന്ന് പറയുന്ന ദോഷം ഇംബാലൻസ് ആയിട്ടുള്ള ഒരു തലവേദനയാണ്. അത് നിങ്ങൾക്ക് മിക്കവാറും ഉണ്ടാകാൻ പോകുന്നത് ഈ തലവേദനയാണ്, പ്രത്യേകിച്ച് ഇന്നത്തേക്കുള്ള ഒരു ഡേ ടു ഡേ ലൈഫിൽ. എങ്ങനെ അത് ഈസി ആയിട്ട് മാനേജ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, തണുത്ത വെള്ളമല്ല, ചൂടുള്ള വെള്ളം. നമ്മൾ മിക്കവാറും തണുത്ത വെള്ളമായിരിക്കും കുടിക്കുന്ന ആ സമയത്ത് ചൂടുള്ള വെള്ളം ഒന്ന് മാറ്റി വന്ന് ചൂടുവെള്ളം ഒന്ന് കുടിച്ചു നോക്ക്. സിപ്പ് ബൈ സിപ്പായിട്ട് ചൂടുവെള്ളം കുടിച്ചു നോക്ക്. ഈ തലവേദനയ്ക്ക് ഒരു പരിധി വരെ നല്ല രീതിയിലുള്ള ഒരു ആശ്വാസം കിട്ടും. അതേപോലെ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് നെയ്യ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. മാക്സിമം നെയ്യ്, ഇപ്പോൾ നമുക്ക് ചോറ് കഴിക്കുകയാണെങ്കിൽ തന്നെയാണെങ്കിലും കുറച്ച് ചൂട് നെയ്യോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതും ഇതിനകത്ത് ഈ ഒരു തലവേദനയ്ക്ക്, നമുക്ക് സ്ഥിരമായിട്ട് തലവേദന വരുന്നവരാണെങ്കിൽ നെയ്യ് കുറച്ച് ഉപയോഗം കൂട്ടുക. അതേപോലെ പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ്, ഒരു നാപ്പ് എടുത്ത് നോക്ക്. അല്ലെങ്കിൽ തലവേദന വരുമ്പോൾ ഒന്ന് ഉറങ്ങി എണീറ്റ് നോക്ക്, തലവേദന ഒരു പരിധി വരെ പോയിട്ടുണ്ടാവും. പിന്നെ ഒരു ചികിത്സ എന്നുള്ള രീതിയിൽ നമുക്ക് സ്ഥിരമായിട്ട് നസ്യം ചെയ്യുന്നതൊക്കെ ഈ തലവേദനയ്ക്കുള്ള ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ്. അതൊരു വൈദ്യ നിർദ്ദേശാനുസരണം ചെയ്യണം. അപ്പോൾ തണുത്ത വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ ഇതൊന്നും അല്ല അതിനകത്ത് ചെയ്യേണ്ടത്. ഈ പറയുന്ന പ്രയോഗങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഈ വാതികമായിട്ടുള്ള അല്ലെങ്കിൽ വാദദോഷം കോപിച്ചിട്ടുള്ള തലവേദനയ്ക്ക്, ഈ പ്രത്യേകിച്ച് ഈ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള തലവേദനകൾക്ക് നല്ലൊരു പരിഹാരം കിട്ടും. ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ ഇതേപോലെ പ്രശ്നങ്ങൾ വരുന്നവരെ, അവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേരെ, അവരോടൊന്ന് പറഞ്ഞു കൊടുത്തേരെ, ചിലപ്പോൾ നല്ല റിസൾട്ട് അവർക്ക് കിട്ടും.